ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ പെരുന്നാൾക്കും പിറ്റേന്നൊക്കെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പെരുന്നാളിൻ്റെ നമ്മൾ മനാർ മാളിലും പിന്നെ മർജാനിലും പോയിട്ടുണ്ടായിന്. പിറ്റത്തെ ദിവസം നമ്മൾ ഗ്ലോബൽ വില്ലേജിലും പോയിട്ടുണ്ടായിന്. ആ വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പെരുന്നാൾ തലേന്ന് ദിവസം നമ്മൾ ഉറങ്ങിയിട്ടേ ഉണ്ടായിട്ടില്ല. അവർ വർക്ക് കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് 4:30 ആയിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നിസ്കാരം പോകും. 6:15 എടുത്ത് പെരുന്നാൾ നിസ്കാരം. അപ്പോൾ ഉറങ്ങിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉറങ്ങാതെ നിൽക്കുകയാണ് ചെയ്തത് കേട്ടോ. സുബഹി നിസ്കാരവും അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ കുക്കുട്ടി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് കുളിക്കാൻ കയറി. അപ്പോൾ പെരുന്നാൾ പള്ളിക്ക് പോകുമ്പോൾ എന്തായാലും എന്തെങ്കിലും കഴിച്ചിട്ടാണല്ലോ പോകേണ്ടത്. അങ്ങനെ ഞാൻ പഴംവാട്ടും മുട്ട വേവിക്കുകയും ചെയ്തു. അതൊക്കെ കഴിച്ചിട്ട് അവർ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ റെഡിയായി നിൽക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ കുളിച്ച് നിസ്കാരമൊക്കെ കഴിച്ചിട്ടുണ്ടായിന്. പക്ഷേ ഡ്രസ്സൊന്നും ചേഞ്ച് ആക്കിയിട്ടുണ്ടായിട്ടില്ല. ചേച്ചിക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ അവരൊക്കെ വന്ന് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മൾ പറഞ്ഞു ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് ചായ കുടിക്കാം. അങ്ങനെ അണ്ണനും സംസിയും ഞാനും നമ്മളും എല്ലാവരും കൂടി പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് വന്നു. ചായയൊക്കെ കുടിച്ച് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന കണ്ടിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. മാഷാ അല്ലാ നല്ല അടിപൊളിയായിട്ടുണ്ടായിന്. കാരണം 10 മണിയാണ്, പക്ഷെ അന്ന് 9 മണിക്കേ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിന്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഒരു വീഡിയോ എടുക്കാൻ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ തക്കാളി ഉണ്ടായിട്ടുണ്ടായിന്. തക്കാളി പഴുത്തിട്ടുണ്ടായിന്. പിന്നെ പെരുന്നാൾ ദിവസം പറിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കാത്ത് നിന്നതാണ്. ഇങ്ങനെ പെരുന്നാളുണ്ടെന്ന് കേട്ടോ നമ്മൾ പറിച്ചു. അതിന് മുമ്പ് പിന്നെയും കുറേ തക്കാളി ഉണ്ട് കേട്ടോ. പിന്നെയും കുറേ ഉണ്ട്. ഒരു 5-10 തക്കാളി ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ 2 എണ്ണമാണ് കേട്ടോ അന്ന് പഴുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടും ഞാൻ പറിച്ചെടുത്ത് വന്നിട്ട് നമ്മളെ ബിരിയാണി മസാലയ്ക്ക് ഇട്ടിട്ടുണ്ടായിന്. ഇത് ഞാൻ അടുക്കളയിലെ വേസ്റ്റ് വെള്ളമൊക്കെ ഇവിടെ ചെടിക്ക് ഒഴിച്ച് കൊടുക്കലുണ്ടായിന്. അങ്ങനെ ഇട്ട് മുളച്ചതാണ് കേട്ടോ ഈ തക്കാളിൻ്റെ ചെടി. അപ്പോൾ മാഷാ അല്ലാ തക്കാളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാം അങ്ങനെ ആവലുണ്ട്, പക്ഷെ ഒന്നിലും കായൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ എന്താണെന്നറിയില്ല, മാഷാ അല്ലാ തക്കാളി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ തലേന്ന് ഉണ്ടാക്കിയ പുഡിങ്ങാണ് കേട്ടോ, ബിസ്ക്കറ്റൊക്കെ ഇട്ടിട്ടുള്ള. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ മിൽക്ക് മെയ്ഡൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ പുഡിങ്. ഞാൻ ഷോർട്സിന് മാത്രമേ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പുഡിങ്ങും കഴിച്ചിട്ട് ഉറങ്ങാമെന്ന് കരുതിയതൊന്നും, പക്ഷേ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. നമ്മളെ സ്റ്റാഫിനും കൂടി ഉച്ചക്കത്തെ ചോറ് വേണം. അപ്പം ഞാൻ വിചാരിച്ചു ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സമയം അങ്ങനെ ഉറങ്ങിപ്പോയാലും, കാരണം നമ്മൾ രാത്രിയൊന്നും ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പം ഞാൻ റിയുവിനോട് പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാൻ ചോറുണ്ടാക്കിയിട്ട് കിടന്നോളൂ എന്ന് പറഞ്ഞു. റിയു കുക്കൊക്കെ ഉറങ്ങിക്കോന്നാണ്. പക്ഷെ കുക്കും ഉറങ്ങി. റിയു പറഞ്ഞു വേണ്ട ഞാൻ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് തരാം എന്നിട്ട് ഞാൻ പോയിട്ട് ഉറങ്ങിക്കോളും. റിയു അതൊക്കെ കട്ട് ചെയ്ത് തന്നിട്ട് റിയു പോയിട്ട് ഉറങ്ങി. റിയു എല്ലാം കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചിക്കൻ ചില്ലിയും പിന്നെ ബീഫ് ബിരിയാണിയും ഉണ്ടാക്കിയത് അന്നത്തെ ദിവസം. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കുക്കിങ്ങിൻ്റെ ഒന്നും, കാരണം പെരുന്നാൾ വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു അരമണിക്കൂർ ഉറങ്ങി കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ചേച്ചുവിനെ അവർ രണ്ടാളും നോക്കി ഞാൻ പോയിട്ട് ഒരു അരമണിക്കൂർ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 മണിക്ക് മർജാനിലേക്ക് പോകാമെന്ന് കേട്ടോ. നമ്മൾ എല്ലാവരും അണ്ണനും സംസിയും നമ്മളൊക്കെ കൂടിയിട്ട് മർജാനിലേക്ക് പോകാമെന്ന് കേട്ടോ. പോകുന്ന വഴിക്ക് ഇവിടെ തമിഴ്നാട് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കയറി നോക്കിയതാണ്. ഞാൻ റിയുവിനോട് പറഞ്ഞു ഉഴുന്ന് വട അല്ലെങ്കിൽ മസാല ദോശ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചോ എന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നുമില്ല. പെരുന്നാൾ ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അതൊന്നും കിട്ടിയിട്ടില്ല. പരിപ്പ് വട, സമൂസ, കട്ട്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കിട്ടിയത് കേട്ടോ. അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ മർജാനിൽ പോയിട്ട് അവിടെ പോയിട്ടാണ് കേട്ടോ ചായയും ഇതൊക്കെ കഴിച്ചത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ചേച്ചിക്കുട്ടനിക്ക് കളിക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, കിഡ്സിൻ്റെ ഏരിയ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് പിന്നെ കുറേ സമയം കളിച്ചു കേട്ടോ ചേച്ചിക്കുട്ടി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ മർജാൻ. എന്തോ ഭയങ്കര സമാധാനം. അവിടെ അത്രയും തിരക്കും ദുഃഖമൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എന്തോ ഒരു നല്ലൊരു സമാധാനം കിട്ടുന്ന പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അറിയോ എവിടെയോ പോകുന്ന പെരുന്നാൾക്കും ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു സ്ഥലം ഇത് തന്നെയായിരുന്നു, മർജാനിൽ. അതിനുശേഷമാണ് നമ്മൾ അണ്ണൻ്റെ പ്രസൻസിൻ്റെ പുറം പോകാൻ തീരുമാനിച്ചത്. ഞാൻ ദൂരെ ദുബായിൽ അങ്ങനെയൊന്നും പെരുന്നാൾക്ക് പോകില്ല എന്ന് തന്നെ പറഞ്ഞു അറിയുന്നോട്. എനിക്ക് വയ്യ തിക്കും തിരക്കുമായിട്ട്. പെരുന്നാളിൻ്റെ ദിവസം ഞാൻ ദുബായ് ഭാഗത്തേക്കേ വരില്ല പറഞ്ഞു. ഇവിടെ അടുത്ത് നമുക്ക് മർജാനിൽ പോകാൻ തന്നെ പറഞ്ഞത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ സമയം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഒരു 9-9:30 ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന്. എന്നിട്ട് പിന്നെ പോയത് നേരം മനാർ മാളിലേക്കാണ്. മനാർ മാളിൽ പോയി അവിടെ നിന്ന് കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ചേച്ചിക്കുട്ടി എനിക്ക് ഞാൻ പോകുമ്പം തന്നെ ഒരു നെയ് റോസ്റ്റ് മേടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിന്. അതും കൊടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ ഐസ്ക്രീമും പിന്നെ ഷവർമയൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഒരു 11:30 ആ ടൈം ആകുമ്പോഴത്തേക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ പിന്നെ കൂടുതൽ ടൈമൊന്നും നിന്നിട്ടില്ല. എല്ലാവർക്കും ഇങ്ങനെ ഉറക്കം വരുന്നുണ്ടായിന്. കാരണം തലേത്തെ ദിവസം ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം നല്ലോണം ഉണ്ടായിന്. ഈ ഉച്ചക്കൊന്നും ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം മാറില്ല.
അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം ഒരു 11:30 വന്നിട്ട് പിന്നെ വേഗം കിടന്നുറങ്ങിയിട്ടാണ്. ഇത് പിറ്റേന്ന് എടുത്ത വീഡിയോ, നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകുമ്പോൾ എടുത്ത വീഡിയോ. അന്ന് നമ്മൾ 4 മണിക്ക് ശേഷം തന്നെ ഗ്ലോബൽ വില്ലേജിലേക്ക് പോയത് കേട്ടോ. ഒരു 4:15 തോന്നുന്നു. അതിനുശേഷം നമ്മൾ അവിടെ എത്തിയത് 5:30 മണിക്കാണ്. അപ്പോൾ ഇത്ര എവിടെയും ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പെരുന്നാൾ പിറ്റേത്തെ ദിവസമായതുകൊണ്ട് വിചാരിച്ചിരുന്നു ബ്ലോക്കൊക്കെ ഉണ്ടാവും, ലേറ്റ് ആവും എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്ലോക്കൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ പോകുന്ന സമയം. നല്ല രസമുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റായിരുന്നു അന്ന് നമ്മൾ പോകുന്ന ദിവസം. മാഷാഅല്ലാഹ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാ എല്ലാ വർഷവും ഗ്ലോബൽ വില്ലേജ് വന്ന സമയത്ത് റിയുവിൻ്റെ ഫ്രണ്ട്സൊക്കെ പോകുമ്പോൾ നമ്മളെ വിളിക്കാറുണ്ട് കേട്ടോ, നമുക്ക് പോകാൻ ചോദിച്ചിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ പറഞ്ഞു നടന്നിങ്ങനെ കാണണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റിയുവിനോട് പറയും, ഞാൻ വരുന്നില്ല, എന്നെ കൊണ്ട് വയ്യ നടന്ന് കാണാൻ വേണ്ടിയിട്ട് എന്നുള്ള പറയുക. ഇത് പിന്നെ അണ്ണനെ സംശയം പറഞ്ഞത് കൊണ്ട് അങ്ങനെ പോകാൻ തീരുമാനിച്ചതാണ്. നമുക്ക് ഒരു കുറേ നോമ്പിന് മുമ്പേ ആയിട്ട് പറയാൻ തുടങ്ങി, നമുക്ക് പെരുന്നാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമിച്ച് എവിടെയെങ്കിലും പോയേ, ഗ്ലോബൽ വില്ലേജിൽ പോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിന് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അവരപ്പം നമുക്ക് ഗ്ലോബൽ വില്ലേജിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടം തോന്നി. കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ എല്ലാവരും ക്ഷണിച്ചിട്ട് പോയില്ലല്ലോ. ഇത്ര അടിപൊളിയായിരുന്നു. കാരണം റിയുവിൻ്റെ അറബികളാണ് കേട്ടോ ഫ്രണ്ട്സ് വിളിച്ചത്. നമ്മളോട് എല്ലാ വർഷവും നമ്മളിവിടെ വന്നിട്ട് ആ വർഷം മുതലേ നമ്മളിങ്ങനെ ക്ഷണിക്കും, നമ്മളിങ്ങനെ പോകുന്നുണ്ട് വരുന്നോ എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ എൻ്റെ മടി കൊണ്ടാണ് പോകാണ്ടിരുന്നത്. പക്ഷേ പോകാത്തത് വമ്പ നഷ്ടമായിപ്പോയി. അത്രയും നല്ല സ്ഥലമായിരുന്നു കേട്ടോ ഗ്ലോബൽ വില്ലേജ്. പക്ഷേ അല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. എനിക്ക് അവിടുന്ന് വരാൻ പോലും തോന്നുന്നുണ്ടായിട്ടില്ല. കാരണം നടന്ന കാല് കഴക്കലുണ്ട്, പക്ഷേ ഇവിടുന്ന് നടന്നൊരു ഫീല് പോലും ഇല്ല. എന്തോ നല്ല നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ ഗ്ലോബൽ വില്ലേജ്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിട്ടില്ല. അത്ര അടിപൊളിയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ കയറിയത് കുവൈറ്റിൻ്റെ ഇതില്ലാന്ന് കേട്ടോ. അപ്പോൾ അവിടെ അവരുടേതായ ഡ്രസ്സ്, അവരുടേതായ ഫുഡ്, അവരുടേതായ അങ്ങനെയുള്ള സാധനങ്ങൾ കേട്ടോ. പക്ഷെ അടിപൊളി ഡ്രസ്സൊക്കെ ആയിരുന്നു. ഞാനിങ്ങനെ ഓരോ ഡ്രസ്സും കാണിച്ചിട്ട് ഓരോ ഇത് കാണിച്ചിട്ട് ഞാൻ റിയുവിനോട് ചോദിക്കാൻ, ഇതിലേതായിരിക്കും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട കളറ് പറയൂ. പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിച്ചത് തന്നെ റിയു പറഞ്ഞു കേട്ടോ. ഞാൻ ഫസ്റ്റ് വിചാരിച്ച അങ്ങനെയല്ല എന്ന് പറയാം, പക്ഷെ പാവം എൻ്റെ മനസ്സറിഞ്ഞ് പറഞ്ഞതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു അത് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കയറിയത് യമനിലാണ്. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിന്. മാംഗോൻ്റെ അതാണെന്നാണ് പറഞ്ഞത്, പക്ഷേ മാംഗോൻ്റെ ഫ്ലേവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. ഞാൻ എൻ്റെ ചായ കുടിച്ചത്, ചായ അടിപൊളിയാണ് കേട്ടോ, മസാല ചായയാണ്. ചായ അടിപൊളിയായിരുന്നു. പക്ഷേ ഐസ്ക്രീം എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ എസൻസ് മാത്രം ചേർത്തിട്ടാക്കിയതുകൊണ്ട്. പിന്നെ വാനില അടിപൊളിയാണെന്ന് കുക്ക് പറഞ്ഞു. ഞാൻ പിന്നെ ചായയും ഐസ്ക്രീമും ഒരുമിച്ച് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ചേച്ചിക്കുട്ടനെങ്കിൽ പിന്നെ എന്ത് നല്ല വൃത്തിക്ക് കഴിക്കണം കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഒലിപ്പിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും കഴിക്കുന്നോ എനിക്കിഷ്ടമില്ല. നല്ല എന്ത് കഴിക്കുമ്പോഴും ആസ്വദിച്ചിട്ടേ കഴിക്കുള്ളൂ, നല്ല വൃത്തിയിലേ കഴിക്കുള്ളൂ. ഞാൻ കൊടുക്കുമ്പോൾ പിന്നെയോ ഇവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് കൊടുക്കും, നല്ല വൃത്തിക്ക് കഴിക്കും. ഞാൻ ഐസ്ക്രീം കഴിച്ചപ്പോൾ നല്ല ഉഷാറായി. പിന്നെ നമ്മളിങ്ങനെ നടന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് ഇങ്ങനെ നടന്നു, പുറത്തുനിന്നൊക്കെ നടന്നു. പിന്നെ ഓരോ സ്ഥലത്ത് കയറി, ഇവിടെയൊക്കെ കയറിയൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നമ്മൾ ഫോണൊക്കെ ബാറ്ററി ലോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളെടുക്കെ കയറിയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്തൊരു അടിപൊളിയാണെന്നറിയോ. രാത്രിയാവുന്നതിനാണ് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് കേട്ടോ ചേച്ചിക്കുട്ടനെങ്കിൽ പിന്നെ ഒരു തുള്ളി വെള്ളം കണ്ടാൽ മതി, അതിലപ്പം തന്നെ കളിക്കണം എന്ന് പറയും. അങ്ങനെ റിയുവിനോട് പറഞ്ഞാൽ കയ്യിൽ വെള്ളമാക്കണം എന്ന് പറഞ്ഞിട്ട് ഇതാ ചേച്ചി കൈ, അതുകൊണ്ട് ഐസ്ക്രീം കഴിച്ചാൽ കൈൻ്റെ ഇതൊക്കെ മാറ്റിയെടുത്ത് കേട്ടോ ആ വെള്ളത്തിൽ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങോട്ട് നടന്നപ്പോൾ UAE ആണെന്നുണ്ടായിന്. പക്ഷേ അവിടെ കയറിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ അവിടുന്ന് പുറത്തിരുന്നിട്ട് ചേച്ചിക്കുട്ടനിക്ക് ഫുഡ് കൊടുക്കാൻ നിന്ന്. ഞാൻ പോകുമ്പോൾ കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ടായിന്, അതൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ നല്ല പാട്ടും ഡാൻസും. എനിക്ക് പാട്ടും ഡാൻസൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. കൂടുതൽ എനിക്ക് ആൽബം സോങ്ങിനോടാണ് ഇഷ്ടം. പക്ഷേ അങ്ങനെ ഡാൻസും പാട്ടൊക്കെ അതും ആസ്വദിക്കാറുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ അവിടെയും ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ ചായയും കഴിച്ചു, ഷവർമയൊക്കെ കഴിക്കുകയോ ചെയ്തത് കേട്ടോ. ഇത് ആസ്വദിക്കുന്നുണ്ടായിന്, അതിൻ്റെ കൂടെ ചായയും ഷവർമയൊക്കെ കഴിച്ചു. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിന്, പക്ഷേ ഇരിക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് ചായയും ഷവർമയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ചേച്ചിക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു. കുറച്ച് സമയം നല്ല ഓനോ അറിയ പോലും ഇല്ലേ ഡാൻസും പാട്ടും സൗണ്ടൊന്നും.
പിന്നെ അവനക്ക് ഉറക്കം ഞെട്ടിയത് ഈ പടക്കത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോഴാണ്. അപ്പോൾ പടക്കം പൊട്ടുന്ന കണ്ടപ്പോൾ അവൻ്റെ ഉറക്കിയിട്ട് അതും കുറേ സമയം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പടക്കം നല്ല അടിപൊളിയായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നടക്കാൻ തുടങ്ങി. പക്ഷേ ഒരു ക്ഷീണമോ അങ്ങനെ ഒരു ഇതുമില്ല കേട്ടോ. എനിക്ക് ദുബായ് മാളിൽ നിന്നുള്ള നടക്കുന്ന സമയം ഭയങ്കരമായിട്ട് ഞാൻ ടയർഡാവാറുണ്ട്. പക്ഷേ ഇവിടുന്ന് അങ്ങനെ നടന്ന ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ എന്നാലും ഒരു ബോറടിക്കുന്നില്ല കേട്ടോ. എനിക്കല്ലെങ്കിൽ തിക്കും തിരക്കുമായിട്ട് നടക്കുന്ന അത്ര വലിയ ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണ്. പക്ഷേ ഇവിടുന്ന് അത്ര വലിയ തിക്കും തിരക്കുമായിട്ടില്ലെങ്കിലും നല്ല നമ്മളെല്ലാം ആസ്വദിച്ചിട്ടല്ലേ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷീണമോ അല്ലെങ്കിൽ കാൽവേദനയോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. എല്ലാം ആസ്വദിച്ചിട്ട് നടക്കാൻ പറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ക്ഷീണങ്ങളൊന്നുമില്ല. അങ്ങനെ ഇത് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ നടക്കും. പിന്നെ എവിടെയൊക്കെയോ പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം നമുക്ക് ഓർമ്മയില്ല എവിടെയല്ല ഫസ്റ്റ് കയറിയെന്ന്. 3-4 സ്ഥലത്ത് കയറിയിട്ടില്ല. UAE കയറിയിട്ടില്ല, പിന്നെ ബഹ്റൈൻ, ഒമാൻ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും കയറിയിട്ടില്ല. സമയം ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ പോയി കഴിയുമ്പോഴേക്ക് തന്നെ ഏകദേശം ടൈമായി 2 മണി വരെയെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 1:45 അപ്പോൾ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ നടന്ന് ഓരോന്ന് കണ്ടു. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ? ബാത്റൂമിൻ്റെ കാര്യം കേട്ടോ. നല്ല വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയുണ്ട്. ഓരോരോ ആൾ കയറുന്നേന് അവർ നല്ലോണം ക്ലീൻ ചെയ്യുന്നു. അതന്നെ കേട്ടോ ഏറ്റവും വലിയൊരു കാര്യം. കാരണം നമ്മൾ വേഗം പോയി എന്നിട്ട് പിന്നെ എന്തായാലും ബാത്റൂം യൂസ് ചെയ്യേണ്ട ആർക്കും നിൽക്കാൻ പറ്റില്ല, അത്രയും ടൈം ആവില്ലേ. പക്ഷേ അതിനെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. എനിക്ക് ബാത്റൂമുകളിൽ സാധാരണ പോകാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഇവിടെ ഗൾഫിൽ വന്നതിന് ശേഷം ആ ഒരു ഇത് തോന്നിയിട്ടേ ഇല്ല. എല്ലായിടൊക്കെ പോയി കഴിഞ്ഞാൽ ബാത്റൂം ഭയങ്കര നീറ്റ്. പിന്നെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൈപ്പർ എടുക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡൈപ്പർ എടുത്തത് തീർന്നു പോയാലൊന്നും പേടിക്കാനില്ല കേട്ടോ. അതുപോലെ പാഡ് അതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ആ ബാത്റൂമുകളിലൊക്കെ അതൊക്കെ ഉണ്ട്. അതൊക്കെ വലിയൊരു കാര്യമാണ്. കാരണം നമുക്കത് പുറത്ത് പോയിട്ട് വാങ്ങിക്കാനും പറ്റില്ല ഇതിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് അതൊക്കെ ബാത്റൂമിൽ തന്നെയുണ്ട്. എന്തായാലും ആരും പോവാത്തവരുണ്ടെങ്കിൽ അടുത്ത വർഷമെങ്കിലും ഗ്ലോബൽ വില്ലേജ് വന്നു കഴിഞ്ഞാൽ എന്തായാലും പോകണം കേട്ടോ. എനിക്ക് പമ്പ നഷ്ടമായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം എന്തായാലും പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് ഞാൻ കഴിച്ചത് ഉഴുന്നുവടയും മസാല ദോശയും പൂരിയൊക്കെ കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിന്. എനിക്ക് ഉഴുന്നുവട ഭയങ്കര ഇഷ്ടം, പക്ഷേ അവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അത്ര വലിയ ടേസ്റ്റ് ഇല്ല. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ 1:45 അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ എത്തുമ്പോൾ 3 മണി കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.